എൻ്റെ പേര് പി നാരായണ ഷണായാണ്. ഞാൻ ബേസിക്കലി ഒരു ബിസിനസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എടുത്ത ഒരു ലക്ഷറി വെഹിക്കിൾ വേണമെങ്കിലെന്ന് പറയാം. ഒരു കൊല്ലം മുമ്പ് EC3 എന്നൊരു മോഡൽ EV മോഡൽ നോക്കണമെന്ന ആഗ്രഹത്തോടെ വന്നായിരുന്നു. ഇഷ്ടപ്പെട്ടു. വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് അതിൻ്റെ മേടിക്കാൻ പോയപ്പോൾ തന്നെ അതിൻ്റെ കോസ്റ്റ് ഇഷ്യൂസ് എനിക്കുണ്ടായിരുന്നു. അതായത് 17 lakhs 16 lakhs ഒക്കെ വാല്യൂ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അത് എടുക്കാൻ പറ്റുമോ ഇല്ലോ എന്നൊരു സംശയത്തോടെ താൽക്കാലികമായിട്ട് വേണ്ടെന്ന് വെച്ചു. അത് വേണ്ടെന്ന് വെച്ച ശേഷം പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ വന്നിട്ട് എക്സിക്യൂട്ടീവിനെ കണ്ട് ഈ പറഞ്ഞ പോലെ EC3 വേണമെന്ന് പറയുമ്പോൾ അവരാണ് ഇങ്ങോട്ടേക്ക് ഓഫർ ചെയ്ത് തന്ന്, സാറിന് പെട്രോൾ നോക്കിക്കൂടെ, സാറിന് ഇത്രയും ഓട്ടമില്ലല്ലോ, അപ്പോൾ വൈ കാണ്ട് യു ലുക്ക് ഫോർ പെട്രോൾ എന്ന് ചോദിച്ചപ്പോൾ അത് ഓടിച്ച് നോക്കാമെന്ന് പറഞ്ഞു. ഓടിച്ച് നോക്കിയപ്പോൾ തന്നെ അപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോഴും മനസ്സിൽ EC3 കിടക്കുന്നുണ്ടെങ്കിലും ഈ വണ്ടിയിൽ ഞാൻ വളരെ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ EC3 കൺസിഡർ ചെയ്യും. ഈ പറഞ്ഞ പോലെ പെട്രോളിൻ്റെ വിലയൊക്കെ നന്നായിട്ട് കൂടിയാൽ ചിലപ്പോൾ EC3 കൺസിഡർ ചെയ്തു എന്ന് വന്നേക്കാം. അല്ലാണ്ട് ആസ് ഇറ്റ് ഈസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ഈ വണ്ടി വളരെ കംഫർട്ടബിളാണ്. എന്തുകൊണ്ട് ഈ സിട്രോൺ C3 മേടിച്ചു എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, പഴയ വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ, നമ്മുടെ എറണാകുളത്തൊക്കെ ട്രാഫിക്കിലൊക്കെ ഓടിക്കുമ്പോൾ സൈഡിൽ കൂടി ഒരു വണ്ടി പോകുമ്പോഴത്തേക്ക് ഒരു വൈബ്രേഷനും, പിന്നെ ചില വണ്ടികൾക്കൊക്കെ നമ്മൾ തിരികുമ്പോൾ U-turn ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് സ്റ്റിയറിങ് തിരിച്ച് വരാത്ത ഒരു സിറ്റുവേഷൻ, അതായത് നമ്മൾ തന്നെ അത് റൊട്ടേറ്റ് ചെയ്ത് എടുക്കണം. ഇങ്ങനൊരു അവസ്ഥയിലായിരുന്നു എൻ്റെ പഴയ വണ്ടിയുടെ എക്സ്പീരിയൻസ്. പക്ഷെ അത് കൊടുത്തിട്ട് പോയി ഇതിൻ്റെ കൊടുക്കാനായിട്ടുള്ള മൂഡ് വന്നപ്പോൾ ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് റിട്ടേണിംഗ് പോസ്റ്ററും പിന്നെ ഇതിൻ്റെ സസ്പെൻഷനും എല്ലാം കൊണ്ടും തൃപ്തിപ്പെട്ട ശേഷമാണ് എനിക്ക് തോന്നി ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ഫോർ ദിസ് C3 എന്നൊരു ഫീലിംഗ് വന്നു. ആ സമയത്ത് അങ്ങനെ ഒരു ഫീലിംഗ് വന്നു എനിക്ക്. പക്ഷേ ആസ് നമ്മൾ പ്രോഗ്രസ് ചെയ്തപ്പോൾ ഇപ്പോൾ വണ്ടി മേടിച്ച് കുറച്ച് പ്രോഗ്രസ് ചെയ്ത് കുറച്ചുകൂടി ഈ കംഫർട്ടബിൾനെസ് കൂടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഡിസിഷൻ തെറ്റല്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഏറ്റവും കൂടുതൽ ഓടിക്കുന്നത് ഇപ്പോൾ സിറ്റിയിലാണ്. അതായത് തൃപ്പൂണിത്തുറ, കാക്കനാട് ആ ഭാഗത്തേക്കാണ് കൂടുതൽ ഓടിക്കുന്നത്. ഹൈവേ ഡ്രൈവ് എന്ന് പറഞ്ഞ് ഇതുവരെ എനിക്ക് തുടങ്ങിയിട്ടില്ല. കാരണം മേടിച്ചേ ഉള്ളൂ. ഒരു 1200 സംതിങ് കിലോമീറ്റർ ആയിട്ടുള്ളൂ. പക്ഷെ മൈലേജിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് മോർണിംഗ് ട്രാഫിക്കിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എത്ര സ്മൂത്ത് മൂവിങ് ട്രാഫിക്കിൽ എനിക്ക് ഇപ്പോൾ കിട്ടുന്നത് നമ്മളൊരു ട്രിപ്പ് മീറ്റർ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടുന്നത് ഏകദേശം ഒരു 13.5 14 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതേ ട്രാഫിക്കിൽ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് അത് ഹെവി ട്രാഫിക്കായിട്ട് മാറുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് 10.9 11 വരെ കിട്ടുന്നുണ്ട്. കമ്പനികൾ വിളിച്ച് ചോദിച്ചപ്പോൾ തന്നെ അത് വണ്ടി ഓടിക്കുന്ന പ്രോഗ്രസ് അനുസരിച്ച് അത് കൂടി വരും എന്ന് അവർ പറയുകയും ചെയ്തു. അത് ഫസ്റ്റ് ഡ്രൈവ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് ഇപ്പോൾ 1200 കിലോമീറ്റർ കഴിഞ്ഞ ശേഷം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവർ പറഞ്ഞ ശരിയാണ്. ഇപ്പോൾ 13.5 സ്ഥിരമായിട്ട് കിട്ടുന്നില്ലെങ്കിലും ചില ഡ്രൈവ്സിൽ അത് 13-14 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം സിട്രോൺ ഷോറൂമിൽ വന്നപ്പോൾ, ഒരു കൊല്ലം മുമ്പ് വന്നപ്പോഴും ഉള്ള ആ ബിഹേവിയർ, പിന്നെ ഒരു കൊല്ലത്തിന് ശേഷം ഞാൻ വന്നു വണ്ടി എടുക്കാൻ വേണ്ടി കൺഫേം ചെയ്യാൻ വന്നപ്പോഴത്തും ആ ഒരു ഡിഫറൻസ് ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. വളരെ ഫ്രണ്ട്ലി, വളരെ കോപ്പറേറ്റീവാണ്. ഒരു കാരണവശാലും എനിക്ക് ഈവൻ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് വരെ, അല്ലെങ്കിൽ വണ്ടിയുടെ അതിൻ്റെ RTO പ്രൊസീജിയേഴ്സ് വരെ അവർ വളരെ ഭംഗിയായിട്ട് അവർ ചെയ്ത് തന്നിട്ടുണ്ട്. മാത്രമല്ല ഇനിയുള്ളത് അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഏത് സമയത്ത് നമുക്ക് ചെറിയ ഡൗട്ട്സൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വിളിക്കുമ്പോൾ ആ എക്സിക്യൂട്ടീവ്, എൻ്റെ ഈ വണ്ടി എടുക്കാൻ എനിക്ക് സഹായിച്ച ആ എക്സിക്യൂട്ടീവ് ഏത് സമയത്ത് വിളിച്ചാലും ഈ പറഞ്ഞ പോലെ എനിക്ക് വേണ്ട രീതിയിലുള്ള ആൻസേഴ്സും വേണ്ട രീതിയിലുള്ള ഗൈഡൻസും തന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇവരെ കുറ്റം പറയാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇപ്പോൾ അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഈ വണ്ടി എടുത്ത ശേഷം. പിന്നെ പഴയ റിസ്ക് ആകുമ്പോൾ പഴയ വണ്ടിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളൊരു വൈബ്രേഷൻസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഈ വണ്ടിയിലില്ല. അപ്പോൾ എൻ്റെ ഈ ഏജ് അനുസരിച്ച് 56 years old എന്ന ഒരു ഭാഗം നോക്കുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്ന ആ കംഫേർട്ട് വളരെ നല്ല രീതിയിലാണ് ഞാൻ
ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇത്രയും പറയാനുള്ളൂ എനിക്ക്. ഈ കംഫർട്ടിനെ പറ്റിയാണെങ്കിലും ഈ ഇവരുടെ സർവീസ് ഇതുവരെ ഫസ്റ്റ് സർവീസ് ആയിട്ടില്ല, ഫസ്റ്റ് സർവീസ് ആകാൻ പോണേ ഉള്ളൂ, ആയിട്ടില്ല. പക്ഷെ എന്നാൽ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വളരെ കംഫർട്ടബിളും വെരി ഗുഡായിരുന്നു. ഇതിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്ലസ് ആയിട്ട് തോന്നുന്നത് നമ്മുടെ ബ്ലൂടൂത്ത് ഫെസിലിറ്റി, ആൻഡ്രോയിഡ് കാർപ്ലേ, പിന്നെ മാപ്സ് വളരെ ഈസി ആൻഡ് യൂസർ ഫ്രണ്ട്ലി ആണ് കംപ്ലീറ്റ്ലി. ഇപ്പോൾ സ്റ്റിയറിംഗ് ഇപ്പോൾ നമ്മളിപ്പോൾ യു ടേൺ എടുത്തു, ജസ്റ്റ് ഒരു ചെറിയൊരു ടേൺ എടുക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ സ്റ്റിയറിങ്ങിൻ്റെ കമ്മിങ് ബാക്ക് ടു ദി നോർമൽ പൊസിഷൻ അതൊരു എടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ഇന്ത്യൻ വണ്ടീസ്, ഇന്ത്യയുടെ ബാക്കി ചില വണ്ടികളൊക്കെ ഓടിച്ച ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. മാത്രമല്ല റൈഡ് കംഫേർട്ട്, റൈഡ് ക്വാളിറ്റി എല്ലാം കൊണ്ടും ഒരു നല്ല രീതിയിലാണ്. ഹൈ സ്പീഡിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ എത്ര സ്പീഡ് പോയാലും ഈ പറഞ്ഞ വണ്ടിയിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഇങ്ങനത്തെ റോഡ്സിൽ പോകുമ്പോൾ ജെർക്കി ഫീലിംഗ് ഒന്നും വരുന്നില്ല അകത്ത്, വണ്ടിയുടെ അകത്ത്. ഈ ഒരു കംഫർട്ട് എനിക്ക് വേറെ പഴയ വണ്ടിക്കൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ വണ്ടി എല്ലാവരെയും, ഇപ്പോൾ സിറ്റി ഡ്രൈവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോങ് ഡ്രൈവ് ആയിക്കോട്ടെ, കംഫർട്ടബിളാണ്. യാതൊരു വിധത്തിലുള്ള ഒരു നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും നമുക്ക് തോന്നില്ല. ഒരു ഹെവി വണ്ടിയുടെ ഫീലുണ്ട്. ബിൽഡ് ക്വാളിറ്റി മോശമൊന്നുമല്ല. സസ്പെൻഷൻ അത്രയും നല്ലതാണ്. വണ്ടി ഓടിക്കുമ്പോഴുള്ള ഒരു സ്ട്രെയിനോ അല്ലെങ്കിൽ കോ പാസഞ്ചേഴ്സിൻ്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും എൻ്റെ കൂടെ ട്രാവൽ ചെയ്ത ആൾക്കാർ പറഞ്ഞിട്ടില്ല. എൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ പാരൻസ് വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും എൻ്റെ വൈഫും സിസ്റ്ററും പിന്നെ സിസ്റ്ററിൻ്റെ മകന് ഈ പറഞ്ഞ പോലെ അവർക്ക് വളരെ ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് രീതിയിലോ അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് രീതിയിലോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത്രയും സ്പീഡിൽ വന്നിട്ടും സ്റ്റിയറിംഗ് ഈസ് അണ്ടർ കൺട്രോളാണ്. നമ്മുടെ ഏജ്ഡ് ആൾക്കാർക്ക് ഓടിക്കാൻ പറ്റാവുന്ന വണ്ടിയാണ്. ഈവൻ എസ്പെഷ്യലി ലേഡീസ് ഓടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അവർക്ക് ഒരു കംഫർട്ടബിൾ വെഹിക്കിൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. സിറ്റി ഡ്രൈവിന് മാത്രം കൊള്ളാം, അല്ലെങ്കിൽ ഇത് ലോങ് ഡ്രൈവിന് കൊള്ളാം, സിറ്റി ഡ്രൈവിന് വേറെ ഒരു വണ്ടി എടുക്കാം എന്നൊരു മിക്സ്ഡ് ഒപ്പീനിയൻ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടി ആരും എടുക്കുകയാണെങ്കിലും ഈ പറഞ്ഞ സിറ്റി ഡ്രൈവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോങ് ഡ്രൈവ് ആയിക്കോട്ടെ, ഇതിന് ഒരു കോമ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കോമൺ മാൻ ബേസിൽ വേറെ വണ്ടി എൻ്റെ മനസ്സിൽ വരുന്നില്ല. ഉണ്ടാകും, വണ്ടികൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ ഇതിലൊരു കിട്ടുന്ന കംഫർട്ട് ലോങ് ഡ്രൈവിൽ പോയാലും നമ്മൾ ലോങ് ഹൈവേയിൽ ഓടിച്ചാലും ഈ പറഞ്ഞ പോലെ സിറ്റിയിൽ ഓടിച്ചാലും ഒരു ഡിസ്കംഫേർട്ട് തോന്നില്ല എന്നൊരു ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റും.